നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനോജ്, നിന്റെ ഏട്ടത്തിയുടെ അച്ഛമ്മയുടെ രീതികളൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. അവരുടെ താളത്തിനൊത്ത് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. എന്റെ ഹരിമോളെ ആരും താളം തുള്ളിക്കുന്ന എനിക്കും ഇഷ്ടമല്ല. ഞാൻ അതിന് കൂട്ടു നിൽക്കുകയില്ല. എന്നാലും വർഷ ഒരു പാവമാണ് ഹരിതേ. സമ്മാനോ പണമോ പ്രശസ്തിയോ ഒന്നും അവൾ ആഗ്രഹിക്കുന്നില്ല. സ്വാർത്ഥതയില്ലാത്ത സാമൂഹ്യ സേവന അവക്കിഷ്ടം. അതിന് ദൈവം വെച്ച് നീട്ടുന്ന സമ്മാന അവക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവം കൊടുക്കുന്ന സമ്മാനത്തിന്റെ കൂടെ നമ്മളും ഒരു സമ്മാനം കൊടുത്താ പുണ്യല്ലേ മോളെ? അങ്ങനെയുള്ള പുണ്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വർഷ പഠിച്ച റാങ്ക് വാങ്ങി വരട്ടെ. എന്റെ വകയായിട്ട് മികച്ചൊരു സമ്മാനം തന്നെ കൊടുത്തേക്കാം. അല്ലാതെ ഇങ്ങനെയുള്ള ഉടായ്പ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല. ഒരു സാമൂഹ്യ പ്രവർത്തനം. ആദ്യം വർഷയ്ക്ക് സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ നിന്റെ അച്ഛമ്മ പറഞ്ഞതുകൊണ്ടാ വേണ്ടാന്ന് വെച്ചത്. ആ സ്ത്രീക്ക് പക്ഷാഭേദമുണ്ട്. വന്ദനയോടും സുചിത്രയോടും വർഷയോടും ഒക്കെ ആ തൊള്ളയ്ക്ക് മുടിഞ്ഞ സ്നേഹം. നമ്മളോടൊക്കെ തികഞ്ഞ വെറുപ്പും പുച്ഛവും മാത്രം. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാ. എന്നാ ആ കിളവിയുടെ വാക്കം കേട്ടോണ്ട് വർഷയ്ക്ക് സമ്മാനം കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞതും 100% ശരിയാണെന്ന് കൂട്ടിക്കോ. അങ്ങോട്ട് ഒരർത്ഥത്തിൽ ഹരിത പറഞ്ഞതും ശരിയാ. ഹരിതേ മോളെ. ഓ കണക്കൊന്നും ശരിയാവണല്ലോ. ഓ അവിടെ കൊടുത്ത പൈസ ഓക്കെ. ഇത് കൂട്ടുന്നത് ലാഭത്തിന്റെ കണക്കാണോ അതോ നഷ്ടത്തിന്റെ കണക്കോ? സംശയം എന്ത്? നഷ്ടത്തിന്റെ കണക്ക് തന്നെ. വർഷയ്ക്കൊരു സമ്മാനം വാങ്ങിച്ചു കൊടുത്താലുണ്ടാവുന്ന നഷ്ടത്തിന്റെ കണക്കാ കൂട്ടി നോക്കുന്നത്. സ്വന്തം സഹോദരി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു 100 രൂപ മുടക്കുന്നത് നഷ്ടമാണോ? ഒരു 100 രൂപ വെറുതെ ഉണ്ടാവോ? ഇല്ലല്ലോ. പോട്ടെ, ഒരു 10 രൂപ വെറുതെ കിട്ടും. നിനക്കേ പണത്തിന്റെ വില അറിയില്ല. സുചിത്രേ, നമുക്കൊരു ആവശ്യം ഉണ്ടാവുമ്പോ ഈ പറഞ്ഞ സഹോദരിമാരൊന്നും തിരിഞ്ഞു നോക്കില്ല. അപ്പോഴേ നീ പണത്തിന്റെ വില അറിയൂ. സമ്മാനങ്ങൾ എത്ര വേണമെങ്കിലും ദാ ഇങ്ങനെ കൈനീട്ടി ഇങ്ങോട്ട് വാങ്ങാം. പക്ഷേ പണം മുടക്കി സമ്മാനം അങ്ങോട്ട് വാങ്ങി കൊടുക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അതെ, ഞാനൊരു മണ്ടനല്ല. ഇപ്പൊ മണ്ടനാകാനും ഉദ്ദേശമില്ല. അത് കാലം തെളിയിക്കും. അവനവനൊരാവശ്യം വരുമ്പോ തിരിഞ്ഞു നോക്കാൻ ആരും കാണില്ല. അപ്പോഴേ പരസ്പര സ്നേഹത്തിന്റെ വില നിങ്ങളും പഠിക്കൂ. സഹജീവി സ്നേഹം, അതൊക്കെ ഓരോ മണ്ട ശിരോമണികൾ പടച്ചുവിടുന്ന വാക്കുകളല്ലേ. പണം കയ്യിലുണ്ടോ, എത്ര സഹജീവികൾ വേണമെങ്കിലും പിന്നാലെ വരും. ഇല്ലെങ്കിലേ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് വർഷയ്ക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം ഓർമ്മിപ്പിക്കാൻ മെനക്കെടണമെന്നില്ല എന്നർത്ഥം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.